നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ വൻ തട്ടിപ്പുമായി മലയാളികൾ. കുവൈറ്റിലെ ഗൾഫ് ഓഫ് ബാങ്കിൽ നിന്ന് 700 കോടി രൂപയോളമാണ് തട്ടിയെടുത്തത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ വിദേശത്തേക്ക് കടക്കുകയാണ് ഇവർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 1425 മലയാളികൾക്കെതിരെയാണ് അന്വേഷണം. ഇതിൽ 700ഓളം നഴ്സുമാർ ഉണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ജാമ്യം അനുവദിച്ച് വിചാരണ കോടതി. 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും കേരളം വിടരുതെന്നുമുള്ള വ്യവസ്ഥയോടെയാണ് ജാമ്യം അനുവദിച്ചത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. അറസ്റ്റ് രേഖപ്പെടുത്തി വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യം അനുവദിക്കണമെന്നാണ് വ്യവസ്ഥ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ടിൽ വ്യക്തത വരുത്തണമെന്ന ഹൈക്കോടതി. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട്, ദുരിത നിവാരണ ഫണ്ട് എന്നിവയിൽ ഇതുവരെ കൃത്യമായ കണക്കുകൾ ഇല്ല. ഇതുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഹൈക്കോടതി വിമർശിച്ചു. എത്രയും വേഗം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ട് കണക്കുകൾ ഹാജരാക്കണമെന്ന് ബെഞ്ച് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നടൻ ദിലീപിനെ VIP പരിഗണന നൽകിയതിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. ഇത് ചെറിയ കാര്യമല്ലെന്നും വിശദീകരണം നൽകണമെന്നും കോടതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു. കൂടാതെ CCTV ദൃശ്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഹാജരാക്കണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. 10 മാസങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘം ആ കാർ കണ്ടെത്തി. കോമാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 9-കാരിയായ ദൃശാനിയെ ഇടിച്ചിട്ട കാറാണ് പോലീസ് കണ്ടെത്തിയത്. ഇൻഷുറൻസ് ക്ലെയിമിനായി ഇയാൾ ശ്രമിച്ചപ്പോഴാണ് പിടിയിലാവുന്നത്. ചോറോട് റെയിൽവേ സ്റ്റേഷന് സമീപം റോഡ് മുറിച്ച് കടക്കവെയാണ് ദൃശാനിയും അമ്മുമ്മയായ ബേബിയെയും കാർ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ബേബി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. കിഴക്കേക്കോട്ടയിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. വികാസ് ഭവനിലെ കേരള ബാങ്ക് സീനിയർ മാനേജർ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടം നടക്കുന്നത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ഉല്ലാസ് 2 ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഞെരുങ്ങി മരണപ്പെടുന്നത്. കളർകോട് KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ കാർ ഉടമയ്ക്കെതിരെ കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. വിദ്യാർത്ഥികൾക്ക് നിയമവിരുദ്ധമായി വാഹനം വാടകയ്ക്ക് നൽകിയതായി കണ്ടതിനെ തുടർന്നാണ് കേസ്. വാഹന ഉടമയായ ഷാമിൽ ഖാനെതിരെയാണ് കേസെടുത്തത്. ജനങ്ങൾക്ക് വീണ്ടും ഇരുട്ടടിയായി വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസ വീതം വർദ്ധിപ്പിച്ചാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ദിവസം മുതലാണ് നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. BPL-കാർക്കും ഇത് ബാധകമാണ്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ 12 പൈസയും വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. അമിത്ഷായ്ക്ക് മറുപടിയുമായി പ്രിയങ്ക. ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും വയനാട്ടിലെ ജനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും പ്രിയങ്ക വ്യക്തമാക്കി. ഒഴിവ് കഴിവുകൾ പറയുകയല്ല വേണ്ടത്, മറിച്ച് ആവശ്യമായ അടിയന്തര സഹായങ്ങളാണ് ചെയ്യേണ്ടതെന്നും പ്രിയങ്ക പറഞ്ഞു. രാജ്യസഭയിൽ കോൺഗ്രസ് MPമാരുടെ സീറ്റിൽ നിന്നും പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്തതായി രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോൺഗ്രസ് അംഗമായ മനു അഭിഷേക് സിംഗിനെ അനുവദിച്ചിട്ടുള്ള ഇരിപ്പിടത്തിൽ നിന്നാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നത്.